Hello all, welcome to my channel Computer Science and Engineering Mentor. Today we will see memory operations. The topic memory operations. What are the memory operations? There are mainly two operations, namely load and store. Okay, load is one of the memory operation. Load means nothing but it is a read operation, or another name for load is fetch. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞാലും ഫെച്ച് എന്ന് പറഞ്ഞാലും ലോഡ് എന്ന് പറഞ്ഞാലും ദ സെയിം ഓപ്പറേഷനാണ്. വാട്ട് ഈസ് എ ലോഡ് ഓപ്പറേഷൻ? ഇറ്റ് ട്രാൻസ്ഫർ കോപ്പി ഓഫ് ദ കണ്ടൻസ് ഓഫ് എ സ്പെസിഫിക് മെമ്മറി ലൊക്കേഷൻ ടു ദ പ്രോസസ്സർ. അതായത് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലും പ്രോസസ്സറിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് റീഡ് ഓപ്പറേഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയും മെമ്മറി ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലും പ്രോസസ്സറിലേക്ക് ഫെച്ച് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ ലോഡ് ചെയ്യുക എന്ന് പറയും. ഓക്കെ. And the next one is store operation. Store means nothing but it is write operation. Write operation means transfer information from processor to memory. It will destroy the earlier contents of the memory location. Write എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സറിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോർ ഓപ്പറേഷൻസ് എന്ന് പറയാം. അപ്പോൾ വാട്ട് എവർ ദ കണ്ടൻസ് were there in the memory already, that will be overwritten by using the write operation. But in the case of a read operation, memory contents remain unchanged. അതായത് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും പ്രോസസ്സറിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താ, അതായത് മെമ്മറിയിലെ കണ്ടൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, അവിടെ നിന്നൊരു കോപ്പി എടുത്ത് പ്രോസസ്സറിലേക്ക് കൊണ്ടുവരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ സ്റ്റോർ ഓപ്പറേഷൻ നമ്മൾ മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു കാര്യം റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണോ അവിടെ ഉണ്ടായിരുന്ന കണ്ടൻറ്റ് അത് ഇറേസ് ആയിട്ടാണ് പുതിയ കണ്ടൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് മെമ്മറി ഓപ്പറേഷൻസ്, ലോഡ് ആൻഡ് സ്റ്റോർ. അനദർ നെയിം ഫോർ ലോഡ് ഈസ് റീഡ് ഓർ ഫെച്ച്, ആൻഡ് സിമിലർലി സ്റ്റോർ അനദർ നെയിം ഈസ് റൈറ്റ്. ഓക്കെ, then we will see instructions and instruction sequencing. The topic instructions and instruction sequencing. In this topic actually I will tell you what are the different instruction type, how the instruction execution is happening, etc. Okay, so initially you must understand a computer must have instructions capable of performing these type of operation like data transfer operation, ALU operations, program sequencing and control, and IO transfers. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ആ കമ്പ്യൂട്ടറിന് എന്താണെങ്കിലും മസ്റ്റായിട്ടും ഇത്രയും ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കണം, വിച്ച് ഹാവ് ടു കേപ്പബിൾ ഓഫ് പെർഫോമിങ് ദീസ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് മെമ്മറി രജിസ്റ്റേഴ്സ്. ഇത് പ്രോസസ്സറും മെമ്മറിയും തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വേണം. അതുപോലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വേണം. അതുപോലെ പ്രോഗ്രാം സീക്വൻസിങ് ആൻഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. സിമിലർലി ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വേണം. ഇത്രയും ഇൻസ്ട്രക്ഷൻസ്, ഇത്രയും ഓപ്പറേഷൻസ് കേപ്പബിൾ ആക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് എ കമ്പ്യൂട്ടർ മസ്റ്റ് ഹൗ ടു പ്രോസസ്. ഓക്കെ, സോ വി വിൽ സീ ദ ബേസിക് ഇൻസ്ട്രക്ഷൻ ടൈപ്സ്. എന്തൊക്കെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്? Mainly there are 3 address instruction, 2 address instruction, single or 1 address instructions, and 0 address instructions. We will see individual case. 3 address instruction means പേരിൽ നിന്ന് തന്നെ നോക്കുക, 3 address. 3 address എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷനിൽ 3 addresses will be there. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിന് 2 പാർട്ട് ഉണ്ടാവും. ഒന്ന് ഓപ്പറൻറ്റ് പാർട്ടും ഒന്ന് ഓപ്പ് കോഡും. ഓപ്പ് കോഡ്, ഓപ്പറൻറ്റ്. ഓക്കെ, ഈ ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സി ദിസ് ഇൻസ്ട്രക്ഷൻ ആഡ് എ കോമ ബി കോമ സി. ഇവിടെ ആഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഡീഷൻ എന്നുള്ളതാണ്. ആഡ് ഈസ് ദ ന്യൂമോണിക് കോഡ് ഫോർ അഡീഷൻ. സോ ഇതിനെയാണ് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയും. ഓക്കെ, ദെൻ ഓപ്പറൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന റിമൈനിങ് പാർട്ട്. ഓപ്പറൻ്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ആരിലാണോ പെർഫോം ചെയ്യേണ്ടത് അവരാണ് ഓപ്പറൻസ്. ഇവിടെ എയും ബിയും ഓപ്പറൻസ് ആണ്. സി ഈസ് ആക്ച്വലി ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആഡ് ചെയ്തിട്ട് റിസൾട്ട് നമ്മളിവിടെ സ്റ്റോർ ചെയ്യണം, സിയിൽ സ്റ്റോർ ചെയ്യണം. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ. മെമ്മറി എ ഈസ് എ വൺ മെമ്മറി ലൊക്കേഷൻ, ബി ഈസ് അനദർ മെമ്മറി ലൊക്കേഷൻ, സി ഈസ് അനദർ മെമ്മറി ലൊക്കേഷൻ. നമ്മൾ എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനുള്ള കണ്ടൻറ്റും ബി എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനുള്ള കണ്ടൻറ്റും ആഡ് ചെയ്യുന്നു, added together, and we are storing
the result in memory location C. Okay. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ എന്നും അതിൻ്റെ അർത്ഥം കണ്ടൻസ് എന്നാണ്. ഓക്കെ, ദ കണ്ടൻസ് ഓഫ് എ, കണ്ടൻസ് ഓഫ് ബി വിൽ ബി ആഡഡ് ടുഗദർ ആൻഡ് സ്റ്റോർ ഇൻ മെമ്മറി ലൊക്കേഷൻ സി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ 3 ഓപ്പറൻസ് ആർ ദർ. ദിസ് ഈസ് വൺ ഓഫ് ദ സോഴ്സ് ഓപ്പറൻ, ദിസ് ഈസ് അനദർ സോഴ്സ് ഓപ്പറൻ ആൻഡ് ദിസ് ഈസ് ഡെസ്റ്റിനേഷൻ ഓപ്പറൻ. ഓക്കെ, സോ 3 addresses will be there to specify this instruction. That is why it is known as 3 address instruction. Okay, 3 addresses we have to specify. A യുടെ അഡ്രസ്സ് പറയണം, B യുടെ അഡ്രസ്സ് പറയണം, C യുടെ അഡ്രസ്സ് പറയണം. അതുകൊണ്ടാണ് 3 address instructions എന്ന് പറയുന്നത്. ഓക്കെ, the next one is 2 address instruction. അപ്പോൾ 3 addressൽ 3 operands ഉണ്ടെങ്കിൽ 2 addressൽ എന്തായിരിക്കും? 2 address means there will be 2 operands. We have to specify 2 operands. For example, add A, B എന്ന് പറഞ്ഞാൽ the contents of A will be added to the contents of B and the result is actually stored on the register. It is stored on, result is stored in memory location B itself. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് പറഞ്ഞിട്ടില്ല. ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ the second one is taking as a destination operand. We are taking the order as first one is source operand and second one is destination operand. Okay. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ് വേറെ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ 2 ഓപ്പറൻസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതെടുക്കും? രണ്ടാമത്തെ ഓപ്പറൻ്റാണ് ഡെസ്റ്റിനേഷൻ ഓപ്പറൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ എയുടെ കണ്ടൻറ്റും ബിയുടെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഓൺ ലൊക്കേഷൻ ബി. ദെൻ വാട്ട് ഹാപ്പൻസ് വിൽ ബി ഈസ് വാല്യൂ ഓഫ് ദ ലൊക്കേഷൻ ബി വിൽ ബി ഓവർ റിട്ടൺ. വാട്ട് എവർ വാല്യൂ വാസ് സ്റ്റോർഡ് ഇൻ ബി ദാറ്റ് വിൽ ബി ഓവർ റിട്ടൺ ബൈ ദ ന്യൂ റിസൾട്ട് എ പ്ലസ് ബി. ഓക്കെ, സോ ദിസ് ഈസ് 2 address instruction. കാരണം ഇവിടെ 2 ഓപ്പറൻസ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഇഫ് k bits are needed to specify one single location, ഇവിടെ 2k bits നമുക്ക് ആവശ്യമുള്ളൂ ഓപ്പറൻസ് സ്പെസിഫൈ ചെയ്യാൻ. ഇവിടെയാണെങ്കിലോ 3k bits are needed. ഇൻ ദ കേസ് ഓഫ് 3 address instruction ഇതിനൊരു k bit വേണം, ഇതിനൊരു k bit വേണം, ഇതിനൊരു k bit വേണം. ഓക്കെ, അപ്പോൾ 3k bits ആവശ്യം വരും. ഇവിടെയാണെങ്കിൽ 2k bits ഉള്ളൂ. സോ ദാറ്റ് ഈസ് 3 address 2 address. അപ്പോൾ സിംഗിൾ അഡ്രസ് എന്തായിരിക്കും? In single address instruction, obviously there will be only one operand. ഇവിടെ നോക്കിക്കേ, add A. Here there is only one operand, the memory location A. Okay, so what is the meaning of this instruction is, actually we need 2 operands for performing addition operation. All of you know, right? Here only one address is given, the memory location A, and the second operand is actually taken by default as the accumulator register. There is a register known as accumulator register within the processor unit. One of the register is actually designated as accumulator register. That is one implicit register within the processor unit. If we are specifying the instruction as a single address instruction, that means one address is always taking as an accumulator register. So what is the meaning of this instruction is, add the contents of this memory location A to the contents of the accumulator and store the result back to the accumulator itself. Okay, അപ്പോൾ അക്യുമുലേറ്ററിലാണ് സമ്മ് അക്യുമുലേറ്റർ തന്നെ സ്റ്റോർ ചെയ്യും. എ എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ അക്യുമുലേറ്റർ രജിസ്റ്ററും എയും കൂടെ എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ബാക്ക് ടു ദ അക്യുമുലേറ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് സിംഗിൾ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഓർ വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ, ഓൺലി വൺ ഓപ്പറൻഡ് ഈസ് ദെയർ. ദെൻ വാട്ട് അബൌട്ട് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ? സോ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഒബ്വിയസ്ലി ഇൻസ്ട്രക്ഷൻ വിത്ത് 0 ഓപ്പറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറൻസ് ഒന്നും പറയില്ല. It is actually possible by storing the operands in a structure called push down stack. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ ആഡ് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ തന്നെ A + B ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ, ഹിയർ വാട്ട് വി ആർ ഡൂയിങ് ഈസ്, ആദ്യം തന്നെ നമ്മുടെ എക്സ്പ്രഷൻ ഒരു പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലേക്ക് മാറ്റും. പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ, റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. ആ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അതിന് ഒരു സ്റ്റാക്ക് ഓപ്പറേഷൻ വെച്ചിട്ട്, നിങ്ങൾ ഓൾറെഡി ഡേറ്റ സ്ട്രക്ചർ പഠിച്ചപ്പോൾ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ. പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റാക്കിലേക്ക് ഓപ്പറൻസ് കണ്ട ഉടനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇടും. ഓപ്പറേറ്റർ കണ്ടാൽ ടോപ്പ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് 2 ഓപ്പറൻസ് എടുത്തിട്ട് അത് പെർഫോം ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ സിമിലർ സ്ട്രാറ്റജിയാണ് ഇവിടെയും സീറോ അഡ്രസ്സിൽ എടുക്കുന്നത്. സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊടുക്കില്ല, ഓപ്പറൻസ് കൊടുക്കില്ല. ഹിയർ വി ആർ യൂസിങ്
a structure called push down stack. You will get the operands from the top of the stack. Based on the arity of the operator, you can select 2 operands, 1 operand, etc. Because arity means ഇപ്പോൾ ഒരു യൂണറി ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ആരിറ്റി 1 ആണ്, കാരണം അതിന് ഒരു ഓപ്പറൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ബൈനറി ഇൻസ്ട്രക്ഷൻ അവിടെ നമുക്ക് 2 ഓപ്പറൻറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ്. നമുക്ക് 2 ഓപ്പറൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആരിറ്റി, ഓപ്പറേറ്ററിൻ്റെ ആരിറ്റി വെച്ചിട്ട് എത്ര ഓപ്പറേറ്ററിനെ എടുക്കണോ അത്രയും ഓപ്പറേറ്ററിനെ നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് എടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഓപ്പറേറ്റർ ഏതാണോ ദാറ്റ് വിൽ ബി ദ ഓപ്പറൻസ്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ വിത്ത് 0 ഓപ്പറൻസിൽ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ദ ഓപ്പറൻസ് ആർ ആക്ച്വലി സ്റ്റോർഡ് ഇൻ എ സ്ട്രക്ചർ കോൾഡ് പുഷ് ഡൗൺ സ്റ്റാക്ക്. ബേസ്ഡ് ഓൺ ദ ആരിറ്റി ഓഫ് ദ ഓപ്പറേറ്റർ, that many number of operators are selected from the top of the stack. Okay, we will see one example. Represent the instruction, this operation A plus contents of memory location A and contents of memory location B will be added and the result is stored on location C. You have to represent this instruction in terms of one address instruction. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റിനാണ് തരുന്നതെങ്കിൽ നിങ്ങൾ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനുള്ള കണ്ടൻസ് നമ്മൾ റീഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ, സിംഗിൾ അഡ്രസ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ലോഡ് എ. ഓക്കെ, ലോഡ് എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് ബൈ ഡീഫോൾട്ട് അതങ്ങോട്ടായിരിക്കും വെക്കുക, അക്യുമുലേറ്ററിലേക്കായിരിക്കും പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആഡ് ബി കൊടുക്കുക. ആഡ് ബി എന്ന് പറഞ്ഞാൽ ഓൾറെഡി 1 ഓപ്പറൻഡ് ഈസ് ഇൻ അക്യുമുലേറ്റഡ് രജിസ്റ്റർ, 1 ഓപ്പറൻഡ് വിൽ ബി ടേക്കൺ ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ ബി. അപ്പോൾ എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും ലൊക്കേഷൻസ് നമ്മൾ ആഡ് ചെയ്ത്, ലൊക്കേഷൻസിലുള്ള ഡേറ്റ നമ്മൾ ആഡ് ചെയ്തു. ദെൻ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് അഗെയിൻ ബാക്ക് ടു ദ അക്യുമുലേറ്റർ. ബിക്കോസ് നമ്മൾ സിംഗിൾ അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞു ഓൾവേസ് ദ റിസൾട്ട് വിൽ ബി പ്ലേസ്ഡ് ബാക്ക് ടു ദ അക്യുമുലേറ്റർ ഇറ്റ്സെൽഫ്. ആഡ് ബി എന്ന് പറയുമ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ബി എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റും ആഡ് ചെയ്തു, റിസൾട്ട് ഈ സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്റർ. ഇപ്പോൾ ഇവിടെ അക്യുമുലേറ്റർ റിസൾട്ട് ഉള്ളത് അക്യുമുലേറ്ററിലാണ് റിസൾട്ട് ഉള്ളത്. ഇനി നമുക്ക് എന്തുകൂടെ ചെയ്യണം, ഈ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം, സിയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് മാറ്റണം. അപ്പോൾ സ്റ്റോർ സി അല്ലെങ്കിൽ റൈറ്റ് അല്ലേ, സ്റ്റോർ എന്ന ലോഡും സ്റ്റോറുമാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ. സ്റ്റോർ എന്ന് വെച്ചാൽ റൈറ്റ്. അപ്പോൾ സിയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്തു. എവിടെ നിന്നുള്ള കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്നത്, 1 ഈസ് അക്യുമുലേറ്റർ കണ്ടൻറ്റ്, അതായത് ഓൾറെഡി അക്യുമുലേറ്ററിൽ റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ട് ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഓൺ ദ മെമ്മറി ലൊക്കേഷൻ സി. അപ്പോൾ ഇങ്ങനെയൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് 1 അഡ്രസ്സിലോ 2 അഡ്രസ്സിലോ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വൺ ഓഫ് ദ അതർ തിങ്സ് ടു നോട്ടീസ്, actually we have seen that to perform an operation normally the data may be stored on memory location or the data may be stored on registers also. For example, add a comma b എന്നുള്ളതിന് പകരം എനിക്ക് add r1 r2 എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ രജിസ്റ്റർ മോഡിൽ കൊടുക്കാം. ഒരു ഓപ്പറൻറ്റ് r1ലുണ്ട്, ഒരു ഓപ്പറൻറ്റ് r2ലുണ്ട്. r1 കണ്ടൻറ്റും r2 കണ്ടൻറ്റും നമ്മൾ ആഡ് ചെയ്തിട്ട് റിസൾട്ട് r2ൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ആഡ് r1 r2 r3 എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ r1ഉം r2ഉം ആഡ് ചെയ്തിട്ട് റിസൾട്ട് r3ൽ സ്റ്റോർ ചെയ്യാം. സോ നമ്മൾ ഈ പറഞ്ഞ സിംഗിൾ അഡ്രസ്സും 2 അഡ്രസ്സും 3 അഡ്രസ്സൊക്കെ നമുക്ക് മെമ്മറി ലൊക്കേഷൻ്റെ കേസിലും രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതാണോ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നതാണോ ഫാസ്റ്ററായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 32 ബിറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? 32 ബിറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ 2⁻32 മെമ്മറി ലൊക്കേഷൻസ് വിൽ ബി ദെയർ. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ 0ഉം 1ഉം ആണ് 2 ബിറ്റ് എന്ന് വെക്കുക. 0 0 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാം, 0 1 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാം, 1 0 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാം, 1 1 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാം. 4 കോമ്പിനേഷൻസ് ആർ പോസിബിൾ അല്ലേ? ഇപ്പോൾ 2 ബിറ്റ് വെച്ചിട്ട് 4 കോമ്പിനേഷൻ ഉണ്ടാക്കാം. അതുപോലെ 3 ബിറ്റ് വെച്ചിട്ട് എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാം? 0 0 0 0 0 1 0 1 0
011 100 101 110 111 8 കോമ്പിനേഷൻ ഉണ്ടാക്കാം. അപ്പോൾ 2 ബിറ്റ് വെച്ചിട്ട് 4, 3 ബിറ്റ് വെച്ചിട്ട് 8. സോ ഇത് ഒബിയസ്ലി ആ കോമ്പിനേഷൻ വെച്ച് 2 റേസ് ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഓക്കെ, ഒരു 32 ബിറ്റ്സ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ ദർ വിൽ ബി 2 റേസ് ടു 32 മെമ്മറി ലൊക്കേഷൻസ് വിൽ ബി ദർ. സോ ടു ഐഡൻറ്റിഫൈ വൺ മെമ്മറി ലൊക്കേഷൻ വി നീഡ് 32 ബിറ്റ് അഡ്രസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു മെമ്മറി ലൊക്കേഷൻ എ എന്ന് പറയുകയാണെങ്കിൽ ദ മെമ്മറി ലൊക്കേഷൻ എ ഈസ് ആക്ച്വലി എ 32 ബിറ്റ് അഡ്രസ്. നമുക്കൊരു 32 ബിറ്റ് അഡ്രസ്സ് വേണം ആ മെമ്മറി ലൊക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ. അതേസമയം രജിസ്റ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് വേരിയിങ് ഫ്രം പ്രോസസ്സർ ടു പ്രോസസ്സർ. ഇപ്പോൾ ഒരു 32 രജിസ്റ്റേഴ്സ് ഉള്ള ഒരു പ്രോസസ്സർ ആണെങ്കിൽ ടോട്ടൽ 32 രജിസ്റ്റേഴ്സ് അത്. അപ്പോൾ ആ എമംഗ് 32 രജിസ്റ്റേഴ്സ് വൺ രജിസ്റ്റർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഹൗ മെനി ബിറ്റ്സ്? 5 ബിറ്റ്സ് പോരെ. അതായത് 4 ബിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് 16 രജിസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. 5 ബിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് 32 രജിസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മുടെ ഈ സെയിം ലോജിക്ക് തന്നെ 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 32. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 5 ബിറ്റ്സ്. അപ്പോൾ ഒരു 5 ബിറ്റ്സ് മതി ഒരു രജിസ്റ്ററിനെ സ്പെസിഫൈ ചെയ്യാൻ. പക്ഷേ ഒരു മെമ്മറി ലൊക്കേഷനാണ് സ്പെസിഫൈ ചെയ്യാൻ 32 ബിറ്റ് വേണം. സോ മെമ്മറി നമ്മളൊരു രജിസ്റ്റർ മോഡിലേക്ക് മെമ്മറി മോഡിൽ നിന്ന് ഒരു രജിസ്റ്റർ മോഡിലേക്ക് മാറിയാൽ ദാറ്റ് 32 ബിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു 5 ബിറ്റ്സ് so that faster processing may occur if we are storing the data in registers. Okay, this is the logic behind the faster processing when we are storing the data in registers. Always remember these things also. Then one more thing is instruction execution. Instruction execution is actually, it consists of the following steps. One, instruction fetch, then instruction decode, then operand fetch, then instruction execute, then store the result. Instruction fetch എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു റീഡ് അല്ലേ. ആദ്യം തന്നെ ഏതാണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് റീഡ് ചെയ്യുക. ഇപ്പോൾ ആഡ് R1, R2 അതാണെങ്കിൽ ആഡ് എന്ന് പറഞ്ഞാണ് അഡീഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻ. സോ ഓപ്കോഡ് ആഡും R1, R2 ഓപ്പറൻസും. സോ ആദ്യം തന്നെ എന്ത് ചെയ്യുക, എവിടെയാണോ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെമ്മറിയിലായിരിക്കും ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. യു ഹാവ് ടു ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, ഓക്കെ, ടു ദ പ്രോസസ്സർ യൂണിറ്റ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്തു. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ്. Whatever instructions we have read from the memory to the processor, that have to be decoded first. Decode means we have to know how many bytes of data is actually needed to represent this instruction, and similarly what is the operation to be performed. Add, for example, add R1, R2 means add is the mnemonic code for addition, right? So that things are actually decoded in the instruction decode step. The instruction size, what have to be performed, etc. is happening in instruction decode. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുപോയി ഇൻസ്ട്രക്ഷനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ആദ്യം ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പറൻഡ് ഫെച്ച് ചെയ്യണം. കാരണം അഡീഷൻ ആണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഈസ് ദ ഓപ്പറൻഡ് ഫെച്ച്. ഓപ്പറൻഡ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഓപ്പറൻഡിനെ പോയിട്ട് നമ്മൾ എടുത്തിട്ട് വരണം. ഓക്കെ, സോ ഇവിടെ ആഡ് R1, R2 എന്നാണെന്ന് വിചാരിക്കുക. ആഡ് R1, R2. ഇവിടെ R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിലാണ് ഒരു ഓപ്പറൻഡ്, R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിലാണ് വേറൊരു ഓപ്പറൻഡ്. സോ R1, R2 എന്ന് പറയുന്നതാണ് ഓപ്പറൻഡ് രജിസ്റ്റേഴ്സ്. അപ്പോൾ R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ പോയിട്ട് ഒരു ഓപ്പറൻഡ് കിട്ടും, R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ പോയിട്ട് ഒരു ഓപ്പറൻഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ R1-ൽ 3-ഉം R2-ൽ 5-ഉം ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഓപ്പറൻസ് ഏതൊക്കെയാണ്, 3 and 5. 3 and 5 are the operands. So operand fetch lo operands read ചെയ്തു. Next one is instruction execute. Instruction execute means perform the action. എന്ത് ചെയ്യുക, perform the action means here our action is addition. Addition 3-ഉം 5-ഉം നമുക്ക് കിട്ടി. Next we will perform the execution. 3 plus 5 will be added. The result will be 8. Okay, so addition over by instruction execution. Then next step is store the result. അപ്പോൾ 5 and 3 added together you got 8 now, right? ഇനി 8 have to be placed in some memory location or some registers are specified in the instruction.
അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇതൊരു ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണ്. ടു അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ ഇത് സോഴ്സ് ഓപ്പറൻഡ്, ഇത് ഡെസ്റ്റിനേഷൻ ഓപ്പറൻഡ് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ തന്നെ സ്റ്റോർ ചെയ്യും? ഈ 5, 3, 8 എന്നുള്ള റിസൾട്ട് R2 തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ റിസൾട്ട് സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ R2ലേക്ക് 8 സ്റ്റോർ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് ആക്ച്വലി കണ്ടിന്യൂയിങ് വിത്ത് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതുപോലെ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, ഓപ്പറൻഡ് ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, റിസൾട്ട് സ്റ്റോർ ചെയ്തു. അടുത്ത് എന്ത് ചെയ്യും? അടുത്ത മെമ്മറി ലൊക്കേഷനുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും, അതിൻ്റെ ഓപ്പറൻഡ്സ് ഫെച്ച് ചെയ്യും, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും, ആൻഡ് സോ ഓൺ. ഓക്കെ, so these are the instruction execution steps. Okay, thank you for watching my video.